പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തിയോളജിയ പഠന പരിപാടിയിലെ ബിരുദാനന്തര ബിരുദ തലത്തിലെ ദൈവശാസ്ത്ര ക്ലാസ്സുകളാണ് ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുക. അതിൽ വിജ്ഞാന സാഹിത്യം എന്ന ഒരു പഠന വിഷയമുള്ള നിങ്ങൾക്കറിയാം. ഈ ബൈബിളിലെ വിജ്ഞാന സാഹിത്യത്തിലെ ജോബിൻ്റെ പുസ്തകമാണ് നമ്മൾ ഈ വർഷം പാഠ്യഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുത്തിരിക്കും. ആ ജോബിൻ്റെ പുസ്തകത്തിലെ വിവിധ പ്രമേയങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആദ്യത്തെ 7 അധ്യായങ്ങൾ ഇതിനോടകം നമ്മൾ വിശദീകരിച്ചു. 8ാമത്തെ അധ്യായം അത് ബിൽദാദ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ പ്രഭാഷണവും അതിന് ജോബ് നൽകുന്ന മറുപടിയാണ് 9-10 അധ്യായങ്ങളിലുള്ളത്. ഈ ബിൽദാദിൻ്റെ പ്രസംഗത്തെ അവലംബമാക്കിക്കൊണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് പഠിതാക്കളിൽ ഒരാൾ ചോദിച്ച ചോദ്യം നമുക്ക് ശ്രവിക്കാം. ആ ചോദ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ക്ലാസ് തുടർന്ന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഞാൻ സ്റ്റെഫീന, തലശ്ശേരി അതിരൂപത ആലക്കോട് ഇടവക അംഗമാണ്. ബൈബിളിലെ വിജ്ഞാന ഗ്രന്ഥത്തെപ്പറ്റിയാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ ബിൽദാദിൻ്റെ പ്രസംഗത്തിലെ 8ാം അധ്യായത്തിൽ തലമുറകളുടെ ശാപം എന്ന ആശയത്തെ ന്യായീകരിക്കുന്നതായി തോന്നാറുണ്ട്. ഈ വാദഗതി ശരിയാണോ? ബൈബിളിൽ തലമുറകളുടെ ശാപം എന്ന ആശയത്തെ ന്യായീകരിക്കാറുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ബിൽദാദിൻ്റെ പ്രസംഗത്തിലെ ഒരു മുഖ്യ പ്രമേയത്തെ ആധാരമാക്കിയുള്ളതാണ്. തലമുറകളുടെ ശാപം എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് ബിൽദാദ് പറയും. നമ്മൾ ഈ കാലഘട്ടത്തിലും പല മേഖലകളിലും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്, ദൈവം തലമുറകളെ ശപിക്കുന്നു എന്നുള്ളത്. ഉദാഹരണമായിട്ട് ഇവിടെ സഹനമാണ് യഥാർത്ഥ പ്രമേയം. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ കഥ നമുക്കറിയാം. ജോബ് എന്ന നീതിമാൻ സഹിക്കുന്നു. എന്തുകൊണ്ട്? ജോബിനോട് സൗഹൃദവും സ്നേഹവും പ്രകടിപ്പിക്കാൻ ജോബിൻ്റെ കൂട്ടുകാരന്മാർ 3 പേര് പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്നതാണ് ഇവിടുത്തെ പ്രമേയം എന്ന് നമുക്കറിയാം. ആ കൂട്ടുകാരന്മാരിൽ ഒരുവനായ ബിൽദാദ് പറയുകയാണ്, ഇതിന് തൊട്ടു മുമ്പ് എലീഫാസ് പറഞ്ഞു, ഒന്നുകിൽ നിന്റെ പാപത്തിന് ശിക്ഷയായിട്ടാണ് നീ സഹിക്കേണ്ടി വരിക, അതല്ല എങ്കിൽ ദൈവം നിന്നെ ശിക്ഷണം നൽകി കൂടുതൽ നല്ലതിലേക്ക് കൊണ്ടുപോകുമായിരിക്കും എന്നൊക്കെയാണ് എലീഫാസ് എന്ന കൂട്ടുകാരൻ്റെ വാദം. എന്നാൽ ജോബ് അതിനെ നിഷേധിച്ചപ്പോൾ ബിൽദാദ് എന്ന 2ാമത്തെ കൂട്ടുകാരൻ്റെ വാദമാണ്, ജോബെ ഒരുപക്ഷെ നീ പാപം ചെയ്തില്ല എന്നുള്ളത് ശരിയായിരിക്കാം, എന്നാൽ നിന്റെ വല്യപ്പൂപ്പന്മാർ തൊട്ട് നിന്റെ കുടുംബ വൃക്ഷത്തിലെ പൂർവ്വസൂരികളുണ്ട്, അവർ പാപം ചെയ്തിട്ടുണ്ടാകാം. അവരുടെ പാപത്തിൻ്റെ ശിക്ഷയായിട്ട് നിനക്ക് ഇത് സംഭവിച്ചതാകാം. ഉദാഹരണമായിട്ട് 8ാം വാക്യത്തിൽ 8ാം അധ്യായം 8ാം വാക്യം, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. ബിൽദാദ് ജോബിനോട് പറയുകയാണ്, കടന്നുപോയ തലമുറകളോട് ആരായുക. നീ തെറ്റ് ചെയ്തില്ലായിരിക്കും, പക്ഷേ നീ കടന്നുപോയ നിന്റെ തലമുറകളോട് ചോദിക്കുക. പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. സഹനമെന്ന സമസ്യയെ വളരെ സമഗ്രമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബിൽദാദ് പറയുക. നമുക്കറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഈ സഹനമുണ്ടാകുക, പക്ഷേ നാം മനസ്സിലാക്കണം. ബിൽദാദ് പറയുകയാണ്, ചരിത്രം നമ്മളിലല്ല ആരംഭിച്ചത്, നമ്മുടെ പൂർവികന്മാരുടെ 100 കണക്കിന് 1000 കണക്കിന് ലക്ഷക്കണക്കിന് തലമുറകൾ കടന്നു പോയിട്ടുണ്ട്. ആ തലമുറയിൽ പെട്ടവരുടെ ചെയ്തികൾ, അവരുടെ പാപങ്ങൾ, അവയ്ക്കുള്ള തിരിച്ചടിയായിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടാകാം. അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തെ ഗൗരവമായിട്ട് പരിഗണിക്കണം എന്നാണ് ബിൽദാദിനോട് ആളുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ബിൽദാദ് ജോബിന് കൊടുക്കുന്ന അടിസ്ഥാനപരമായ വാദം. പക്ഷേ ബിൽദാദിൻ്റെ ഈ വാദം ശരിയോ എന്ന് നമ്മൾ ഒന്ന് ഗൗരവമായിട്ട് തന്നെ എടുക്കുകയാണ്. ബിൽദാദ് ചോദിക്കുന്നുണ്ട്, നനവ് കൂടാതെ പൊട്ടപ്പുല്ല് തഴച്ചു വളരുമോ? ദൈവത്തെ മറക്കുന്നവരുടെ പാത, ദൈവഭക്തിയില്ലാത്തവൻ്റെ പ്രത്യാശ, ഇതെല്ലാം എന്താണ്? അവൻ്റെ ശരണം ചിലന്തി വലയാണ്. അവൻ തൻ്റെ ഭവനത്തിന്മേൽ ചാരുന്നു, എന്നാൽ അത് ഉറച്ചു നിൽക്കുകയില്ല. ചിലന്തി വല
പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് പോലെ ഈ തലമുറകളുടെ ശാപമേറ്റ മനുഷ്യൻ്റെ വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം ഫലശൂന്യമാണ് എന്നൊരു വാദമാണ് ബിൽദാദ് ഉയർത്തുക. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ തലമുറകളെ ശപിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യം. ദൈവം തലമുറകളെ ശപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം തലമുറകളെ ശപിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ബൈബിളിൻ്റെ ആരംഭകാലത്ത് ഇങ്ങനെ ചില സൂചനകളുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം യഹൂദരുടെ ഇടയിൽ വളരെ വൈകിയാണ് കടന്നു വന്നത്. ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. തലമുറകളുടെ ശാപം എന്നുള്ളതിനെക്കുറിച്ച് തിയോളജിയ ക്ലാസ്സിൽ നാം വിശദമായി പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെ പൂർണ്ണമായും സമഗ്രമായും ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും അതിലെ പ്രധാന ആശയങ്ങൾ ചുരുക്കി പറയാം. തലമുറകളുടെ ശാപം എന്ന ആശയം ബൈബിളിലുണ്ട് എന്ന് തോന്നുന്ന ചില വാക്യങ്ങളുണ്ട്. ഈ കൽപ്പനകൾ അനുസരിക്കുന്നവരെ 1000 തലമുറ വരെയും ഞാൻ അനുഗ്രഹിക്കും, ഇത് ലംഘിക്കുന്നവരെ 3 4 തലമുറകൾ ഞാൻ ശിക്ഷിക്കും എന്നൊക്കെ ദൈവം അരുളി ചെയ്യുന്നുണ്ട്. ഈ ഏകദേശം 11-12 വാക്യങ്ങളെങ്കിലും സമാനമായ അർത്ഥത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് പഴയ നിയമത്തിൽ. ഇതേക്കുറിച്ച് നമ്മൾ വിശദമായി മുൻകാലങ്ങളിൽ പഠിച്ചതാണ്. അപ്പോൾ ബൈബിളിൽ ഇങ്ങനെ തലമുറകളുടെ ശാപത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തലമുറകളുടെ ശാപമുണ്ട്. അതാണ് സാമാന്യഗതിയിൽ ഉയർത്തപ്പെടുന്ന യുക്തി. എന്നാൽ ബൈബിളിൽ വെളിപാട് ക്രമാനുഗതമായിട്ടാണ് മനുഷ്യന് ലഭിക്കുക. മരണാനന്തര ജീവിതത്തിൽ ആരംഭത്തിൽ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ വെളിപാട് മനുഷ്യന് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. മരണാനന്തരം ഒരു ജീവിതം ഇല്ല എങ്കിൽ പിന്നെ മനുഷ്യൻ്റെ തെറ്റിന് എവിടെ പരിഹാരം? ചിലപ്പം ആ വിശുദ്ധ ഗ്രന്ഥം പറയും, നീ തെറ്റ് ചെയ്താൽ അധികകാലം ജീവിക്കുകയില്ല, നിനക്ക് നാശം ഉണ്ടാകും, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തി കുറെ കഴിയുമ്പം പൊടി പോലെ ആയിത്തീർന്നു എന്ന് പറയുമ്പോൾ ദുഷ്ടൻ്റെ നാശം എന്നുള്ള ഒരു വലിയ സത്യത്തെ വിശുദ്ധ ഗ്രന്ഥം മുറുകെ പിടിക്കും. ദുഷ്ടൻ്റെ ഐശ്വര്യങ്ങൾ അത്രയും ക്ഷണികമാണ്. അത് ഒരു നീതിയുടെ സങ്കല്പം തന്നെ. പക്ഷേ ദുഷ്ടൻ്റെ നാശം കാണാൻ കാത്തിരുന്നവൻ നോക്കിയിരുന്നിരുന്ന് അവൻ്റെ പെടലി ഒടിഞ്ഞതല്ലാതെ ദുഷ്ടന് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. അവൻ വെച്ചടി കയറ്റമാണ്. അതേസമയം നീതിമാൻ സഹിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യന് ഒരു ഉത്തരം, എന്തേ ദുഷ്ടൻ ഈ ഭൂമിയിൽ നശിക്കുന്നില്ല, അപ്പോൾ പിന്നെ എന്താണ് പരിഹാരം? അപ്പോൾ യഹൂദർ രണ്ടാമത്തെ ചിന്താഗതി അവതരിപ്പിച്ചു. ദുഷ്ടന് ഈ ഭൂമിയിൽ അവൻ്റെ ജീവിതകാലത്ത് നാശം സംഭവിച്ചില്ല എങ്കിലും പേടിക്കേണ്ടതില്ല, അവന് തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും, ദൈവനീതി പൂർത്തീകരിക്കപ്പെടും. എങ്ങനെയാണ്? ഒരുവൻ മരിച്ചാൽ അവൻ്റെ ജീവിതം തുടരുന്നത് അവൻ്റെ സന്തതി പരമ്പരകളിലൂടെയാണ്. അതുകൊണ്ടാണ് സന്താനങ്ങളില്ലാതെ മരിക്കുന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യമായി യഹൂദർ കരുതിയിരുന്നത്. കാരണം ഒരുവൻ്റെ ജീവിതം തുടരുന്നത് അവൻ്റെ സന്തതി പരമ്പരകളിലൂടെയാണെന്ന് യഹൂദർ കരുതിയിരുന്നു. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായ ഭാഷയിൽ വചനം പറഞ്ഞു തരികയാണ്, സന്തതി പരമ്പരകളിലൂടെയാണ് നിന്റെ ജീവിതം തുടരുന്നത് എങ്കിൽ ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിനക്ക് ചെയ്യുന്ന തെറ്റുകൾക്ക് നിന്റെ സന്തതികൾക്ക് ശിക്ഷ കിട്ടിയാൽ മതി. കാരണം നീ തന്നെയാണ് നിന്റെ സന്തതികളിലൂടെ ജീവിതം തുടരുന്നത്. നീ തന്നെ നിന്റെ സന്തതികളിലൂടെ ജീവിതം തുടരുന്നു എന്നുള്ളതിനാൽ നിന്റെ ജീവിതം തന്നെയാണ് ആത്യന്തികമായി ശിക്ഷിക്കപ്പെടുക, നിന്റെ സന്താനങ്ങളെ ശിക്ഷിക്കുമ്പോൾ. അതായത് ആദ്യം ഈ ഭൂമിയിൽ തന്നെ മനുഷ്യന് ശിക്ഷ കിട്ടും, ഐശ്വര്യങ്ങൾ ദുഷ്ടൻ്റേത് ക്ഷണികമാണ് എന്നൊരു സങ്കല്പം. രണ്ടാമത്തെ സങ്കല്പം എന്താണ്? നിന്റെ തെറ്റിന് നിനക്ക് ഈ ജീവിതകാലത്ത് ശിക്ഷ കിട്ടിയില്ലേലും നിന്റെ മക്കൾക്ക് കിട്ടിയാൽ മതി. കാരണം നിന്റെ ജീവിതം തന്നെയാണ് മക്കളിലൂടെ തുടരുന്നത് എന്നൊരു സങ്കല്പം പഴയ നിയമത്തിലുണ്ട്. ഈ സങ്കല്പം നിലനിന്നിരുന്ന കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളിലാണ് ആത്യന്തികമായി തലമുറകളുടെ ശാപം എന്ന ആശയമുള്ളത്. എന്നാൽ പ്രവാചകന്മാർ, ജെറമിയ, എസെക്കിയേൽ തുടങ്ങിയ ശക്തരായ പ്രവാചകന്മാർ ഇതിനെ തിരുത്തുന്നുണ്ട്.
എസെക്കിയേൽ 18:1-2 വാക്യങ്ങളിൽ മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിതാക്കന്മാർ പുളിച്ച മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ ആവർത്തിക്കുന്ന എന്തുകൊണ്ട്? ജെറമിയ 31:29 സമാനമായ വാചകം നമ്മൾ കാണുന്നുണ്ട്. പിതാക്കന്മാർ പുളിച്ച മുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുകയില്ല എന്ന പ്രവാചകൻ പറയും. അതായത് അതുവരെയും യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ചിന്താഗതിയാണ് തലമുറകളെ ശപിക്കും എന്നുള്ളത്. എന്നാൽ പ്രവാചകന്മാർ ശരിയായ വെളിപാടിലേക്ക് ദൈവജനത്തെ കൈപിടിച്ചു കൊണ്ടുവന്നു. നീ ചെയ്ത തെറ്റിന് മാത്രമേ ദൈവം നിന്നോട് ഉത്തരം ചോദിക്കുന്നുള്ളൂ. നിന്റെ അറിയപ്പെടാത്ത തലമുറകളിലെ ആളുകൾ ഏതെങ്കിലും ചെയ്ത തെറ്റിന് നീ ഇന്ന് ശിക്ഷ അനുഭവിക്കുന്നു എന്നുള്ളത് ശരിയായ കാഴ്ചപ്പാടല്ല എന്നാണ് ഗ്രന്ഥകാരൻ നൽകുന്ന സന്ദേശം. അതായത് എന്താണ് പ്രവാചകൻ ഇവിടെ ലക്ഷ്യമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ ഉത്തരവാദിത്വം വ്യക്തിപരമാണ്. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് എങ്കിലേ അത് പാപമാവുള്ളൂ. ഞാൻ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ചെയ്യുന്നത് മാത്രമേ പാപമാവുകയുള്ളൂ. 10ഉം 15ഉം തലമുറകൾക്കപ്പുറത്ത് എൻ്റെ പൂർവികർ ആരായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അവരെന്താണ് ചെയ്തിരുന്നതെന്നും പറഞ്ഞിരുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഇന്നത്തെ ധാർമ്മിക നിലവാരം വെച്ച് 15 തലമുറകൾക്കപ്പുറത്തുള്ള മനുഷ്യൻ്റെ ചെയ്തികളെ വിലയിരുത്തുന്നതും വിധിക്കുന്നതും ശരിയാണോ എന്നുള്ളതും സംശയാസ്പദമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്ക് കുറെ കൂടി നിയതമായ രൂപഘടനയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ നൽകുക. അതായത് നിന്റെ തെറ്റിന് നീ ഉത്തരം പറയേണ്ടത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ. ദൈവം നിന്നോട് ചോദിക്കുന്നത് നിന്റെ പ്രവൃത്തികൾക്ക് ഉത്തരമായിട്ടുള്ളത്. ചില സാമൂഹിക തെറ്റുകൾക്ക് തലമുറകളുടെ സ്വാധീനത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. ഉദാഹരണമായി നമ്മുടെ മാതാപിതാക്കൾ ഏതെങ്കിലും വിധത്തിൽ അന്യായമായി സമ്പാദിച്ച സ്വത്ത്, അയലോക്കത്തെ പാവപ്പെട്ടവനെ തല്ലി ഓടിച്ച് അല്ലെങ്കിൽ അവനെ കൊല ചെയ്ത് അവൻ്റെ പറമ്പും കൂടി അപ്പൻ നമ്മുടെ പറമ്പിൻ്റെ കൂടെ മുതൽ കൂട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് അപ്പൻ്റെ തെറ്റിൽ വ്യക്തിപരമായി ഇപ്പോഴും പങ്കുചേരുന്നവരാണ്. ആ കാര്യം അറിയാമായിരുന്നിട്ടും അത് തിരുത്താതെ ഒരു തലമുറ അപ്പൻ്റെ തെറ്റ് തുടരുകയാണ് എങ്കിൽ ആ തലമുറയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകാം. അത് അപ്പൻ്റെ തെറ്റിനുള്ള ശിക്ഷയല്ല, ആ അപ്പൻ്റെ തെറ്റിൽ ബോധപൂർവം ഇന്ന് മക്കൾ പങ്കുചേരുന്നത് കൊണ്ട് സംഭവിക്കുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് തലമുറകളുടെ ശാപം എന്ന് പറഞ്ഞ് ധാർമ്മികതയെ പുനർനിർണയിക്കാനുള്ള ശ്രമം വിശുദ്ധ ഗ്രന്ഥത്തിലെ BC 600കൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാം. തന്നെയുമല്ല, ഗലാത്യ ലേഖനം 3:13 അപ്പസ്തോലനായ പൗലോസ് പറയുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർ എല്ലാത്തരം ശാപങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ഈ ശാപം എന്നുള്ള വാക്ക് നമ്മൾ അങ്ങോട്ട് മറന്നു കളയും. തലമുറകളുടെ ശാപം എന്നുള്ള ബിൽദാദിൻ്റെ ആശയത്തെ ഈ ഗ്രന്ഥകാരൻ അംഗീകരിക്കുന്നു എന്ന് കരുതുക വളരെയേറെ ബുദ്ധിമുട്ടുള്ള വസ്തുത. 9-10 അധ്യായങ്ങളിലെ ബിൽദാദിനുള്ള മറുപടിയാണ് ജോബ് ഇവിടെ നൽകുക. ബിൽദാദിൻ്റെ പ്രഭാഷണം താരതമ്യേന ഹ്രസ്വമായ പ്രഭാഷണമാണ്. ജോബ് ഇവിടെയും ദൈവത്തെ ശപിക്കുന്ന, ദൈവത്തിനെതിരായി പരാതി പറയുന്ന മനുഷ്യനെയാണ് നമ്മൾ ജോബിൽ കാണുക. സഹനം എന്ന അർത്ഥതലത്തെ ഗ്രന്ഥകാരൻ സാവകാശം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. സഹനത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരെല്ലാം പറയുന്ന ഒരു വസ്തുതയുണ്ട്. സഹനം എന്നതിന് 3 തലങ്ങളിലാണ് മനുഷ്യൻ സഹനത്തെ അഭിമുഖീകരിക്കുന്നത്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് നിരാശപ്പെടുക, സങ്കടപ്പെടുക, നിലവിളിച്ച് കരയുക, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ള ആ ഒരു അവസ്ഥ സഹനത്തെ നേരിടാൻ മനുഷ്യൻ ഉപയോഗിക്കും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെ സംഭവിക്കാൻ മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ദൈവം എന്നോട് അന്യായം പ്രവർത്തിച്ചു, ദൈവത്തോട് നിരന്തരം പരാതി വരുന്നവരോടും കാണുന്നവരോടും
കേൾക്കുന്നവരോടുമെല്ലാം പരാതി. എന്നാലും ഇങ്ങനെ പറ്റിപ്പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ എന്ന പരാതി പറച്ചിലാണ് പലപ്പോഴും സഹനത്തെ സംഭവിക്കുക. പെട്ടെന്ന് മരണകരമായൊരു രോഗത്തിന് അടിപ്പെട്ടു പോയി ഞാൻ എന്ന് അറിയുമ്പോഴത്തേക്കും ആകെ വിഷമമായി, സങ്കടമായി, കണ്ണുനീരായി, പരാതി ദൈവത്തോടായി, കാണാൻ വരുന്നവരോട് പരാതിയായി, ആശ്വസിപ്പിക്കാൻ വരുന്നവരോട് തിരിച്ച് വാദമുഖങ്ങൾ ഉന്നയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഒച്ചപ്പാടിൻ്റെ തലമുണ്ട് ഈ സഹനത്തെ അഭിമുഖീകരിക്കുന്നതിൽ എന്നാണ് ഇതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുക. 3 തലങ്ങളിൽ ആദ്യത്തേത് ഈ പരാതി പ്രളയത്തിൻ്റെ കാലമാണ്. എന്നാൽ സാവകാശം യോബ് ഇവിടെ 9-ാം അധ്യായത്തിൽ ചെയ്യുന്നു അത് തന്നെ. യോബ് ദൈവത്തോട് കഠിനമായി പരാതിപ്പെടുക. ദൈവമേ, നീ ചെയ്തത് ശരിയല്ല, എന്നോട് നീ കാണിച്ചത് അന്യായമാണ്, ഇത്രമേൽ കഠിനമായ സഹനത്തിന് അർഹമായതൊന്നും ഞാനോ എൻ്റെ പൂർവികരോ ചെയ്തിട്ടില്ല, നീ ചെയ്തത് ക്രൂരത എന്നുള്ള നിഗമനമാണ് യോബ് ഇവിടെ ഉന്നയിക്കുക. എന്നാൽ സഹനത്തിൻ്റെ 2ാമത്തെ തലം എന്ന് പറയുന്നത് ഈ പരാതികളെല്ലാം നിർത്തി മനുഷ്യൻ ആ സഹനത്തെ നിശബ്ദമായി ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കും. ഈ തലത്തിലെത്തിക്കഴിയുന്ന മനുഷ്യൻ ഒരുപാട് സംസാരിക്കുക, മറ്റുള്ളവരോട് ഒരുപാട് വാദപ്രതിവാദത്തിന് നിൽക്കുക. അവൻ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഹനത്തെ നിശബ്ദമായി തന്നിൽ നിന്ന് തന്നെ മാറി നിന്ന് ഒന്ന് നോക്കിക്കാണാനുള്ള ശ്രമമാണ്. സഹനത്തെ കുറേ നാൾ നമ്മളൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞു, അയ്യോ പാവം പറഞ്ഞ് നിലവിളിച്ചും നമ്മൾ അതിനെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സാവകാശം നമ്മൾ തിരിച്ചറിയുന്നു ഈ സഹനത്തെ, ഇതിൻ്റെ അർത്ഥം എന്താണ്, തൻ്റെ ജീവിതത്തിൻ്റെയും ദൈവത്തിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയുടേതുമായ ഒരു വലിയ ക്യാൻവാസിൽ താൻ ഇപ്പോഴനുഭവിക്കുന്ന സഹനം എന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ പ്രതിഷ്ഠിച്ച് നോക്കിക്കാണാൻ, സ്വാംശീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ നിശബ്ദതയുടെ തലം എന്ന് പറയും. 3ാമത്തെ തലത്തിലെത്തുമ്പോഴത്തേക്കുമാണ് സഹനത്തിൻ്റെ ശരിയായ അർത്ഥത്തിലെത്തും. 3ാമത്തെ തലത്തിലെത്തുമ്പോൾ ആ വ്യക്തി സഹനത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് തിരുത്തുകയാണ്. സഹനത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് ആ വ്യക്തി തിരുത്തിയെടുക്കുക. എങ്ങനെയാണ് ഈ കാഴ്ചപ്പാട് തിരുത്തുക? ഇതുവരെയും താൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഹനത്തിന് ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നൊരു ശിക്ഷയാണ് ഈ സഹനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പാപത്തിൻ്റെ തിരിച്ചടിയാണിത് എന്നുള്ളതാകാം, അല്ലെ ദൈവം എന്നോട് അന്യായമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ദൈവം ഇങ്ങനെയൊരു സഹനത്തിന് ഞാൻ ഒരു വിധത്തിലും അർഹനാകാൻ പാടില്ലാത്തവനാണ്, ദൈവത്തിന് പറ്റിയ എന്തോ കൈപ്പശകാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് അനീതി പ്രവർത്തിച്ചതാണ്, അല്ലെ ദൈവമൊന്നും പരിപാലിക്കുന്നൊന്നും ഇല്ലായിരിക്കും, ഈ പള്ളിയിലച്ചന്മാരും മതങ്ങളും ഒക്കെ ചുമ്മാ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്നതാണ്, ദൈവം പരിപാലിക്കുന്നവനാണ്, യഥാർത്ഥത്തിൽ പരിപാലനയൊന്നും ഇല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ സാവകാശം നിശബ്ദമായി സഹനത്തെ സമീപിച്ച് അവസാനം അവൻ്റെ കാഴ്ചപ്പാട് മാറുന്ന അവസ്ഥയിലെത്തും. സഹനത്തെ മാറ്റാനല്ല, സഹനത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ മാറുമ്പോഴാണ് സഹനത്തെ ഭാവാത്മകമായി സമീപിക്കാനും സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ഒരു പുഞ്ചിരിയോടെ മരണത്തിലേക്ക് നടന്നു നീങ്ങാനുമൊക്കെ പലപ്പോഴും രോഗികൾക്ക്, സഹിക്കുന്ന മനുഷ്യർക്ക് സാധിക്കുന്നതിൻ്റെ കാരണം ഇത്. ജോബിലും ഇതേ വളർച്ച നമുക്ക് കാണാം. ആദ്യം ജോബ് ഉന്നയിക്കുന്നത് പരാതികളുടെ ഒരു വലിയ പ്രളയമാണെങ്കിൽ, രണ്ടാമത് ജോബ് നിശബ്ദമായി ഇതിനെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുന്നു. മൂന്നാമത് ജോബ് സഹനത്തോടുള്ള തൻ്റെ കാഴ്ചപ്പാടിനെ രൂപാന്തരപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ 3 അർത്ഥതലങ്ങളുടെ വളർച്ച ശരിയാം വിധത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതായത് ഈ ജോബിൻ്റെ മറുപടിയിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സോഫാറിൻ്റെ പ്രസംഗമാണ്. സോഫാർ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ പ്രസംഗമാണ്. സോഫാറിൻ്റെ വാദഗതികൾ നേരത്തെ എലിഫാസ് പറഞ്ഞ അതേ വാദഗതികൾ തന്നെ.
പാപം ചെയ്തവനെല്ലാം നശിക്കണം. അത് രോഗം പിടിച്ചാണെങ്കിലും വണ്ടി ഇടിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഏത് വിധത്തിലാണെങ്കിലും പാപം ചെയ്തവൻ നശിക്കും. നാശമുണ്ടോ അതിൽ പാപമുണ്ട്. ഇതാണ് സോഫാറിൻ്റെ വാദഗതികൾ. സോഫാർ പറയുകയാണ് എല്ലാത്തിനും ഒരു പ്രകൃതി നിയമമുണ്ട്. പ്രകൃതി നിയമം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുക. പ്രകൃതിയിലെ നിയമം അനുസരിച്ച് ദൈവമായ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രകൃതി നിയമത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോഫാറിൻ്റെ ഈ വാദമുഖത്തിലെ പോരായ്മ എന്ത് എന്ന് ചോദിച്ചാൽ, സോഫാർ ഒരു വശം മാത്രമേ കാണുന്നു. പാപം ചെയ്താൽ നാശമുണ്ടാകാം, അതിനെ ആരും സംശയിക്കുന്നില്ല. എന്നാൽ സകല നാശത്തിൻ്റെയും പിന്നിലുള്ളത് പാപമാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അതുപോലെ തന്നെ പ്രകൃതി നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും. എന്നാൽ പ്രകൃതി നിയമങ്ങൾക്ക് അപവാദങ്ങളുണ്ട് എന്നുള്ളതും പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസമാണ്. അതിനെയും കൂടി പരിഗണിച്ചെങ്കിൽ മാത്രമേ ഈ പ്രകൃതി എന്ന സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 2 കൈയും 2 കാലുമുള്ളവരായി, ഈ ഓരോ കൈയിലും 5 വിരലുകളുള്ളവരായി, 2 കണ്ണിനും കാഴ്ചശക്തിയുള്ളവരായി, നാവിന് സംസാര ശേഷിയുള്ളതായി ജനിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച പ്രകൃതി നിയമം. എന്നാൽ ആ പ്രകൃതി നിയമത്തിന് അപവാദമായത് പലതും പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട്. കൈയില്ലാതെ കുഞ്ഞുങ്ങൾ ജനിച്ചെന്നുണ്ടാകാം, കാലിന് സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ചെന്നിരിക്കാം, സംസാര ശേഷിയില്ലാതെ ജനിച്ചെന്നിരിക്കാം. ഇതും ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യമല്ലേ? അപ്പൊ പ്രകൃതി നിയമം എന്ന ഒരു നേർരേഖ വരച്ച് സംഭവിക്കുന്നതെല്ലാം പ്രകൃതി നിയമം അനുസരിച്ചാണ് എന്നും അതിന് വിരുദ്ധമായത് പാപം മൂലമാണ് എന്ന് പറയുന്നതും വളരെ ലളിതമായ ഒരു പ്രശ്നപരിഹാരമാണ്. അതല്ല, ഗ്രന്ഥകാരൻ പറയുന്നു, ഈ പ്രകൃതി നിയമവും പ്രകൃതി നിയമത്തിൻ്റെ അപവാദവും ഒക്കെ ആത്യന്തികമായി എന്തിൻ്റെ സൂചനകളാണ്? അതെല്ലാം ദൈവപരിപാലനയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കും. അതായത് പ്രകൃതി നിയമവും പ്രകൃതി നിയമത്തിൻ്റെ പരിപാലനകളും ഒക്കെ ആത്യന്തികമായി ദൈവപരിപാലനയുടെ ഭാഗമാണ്. അതുകൊണ്ട് 2 കൈയോടെ ജനിക്കുന്നതും കൈയില്ലാതെ ജനിക്കുന്നതും എല്ലാം ഈ പ്രപഞ്ചത്തിൽ ദൈവമൊരുക്കിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. അല്ല എങ്കിൽ നമ്മൾ ദൈവീകതയെ ഈ കുറേ കാര്യങ്ങളിലേക്ക് മാത്രം ചുരുക്കും. കുറേയൊക്കെ ദൈവപരിപാലന, ബാക്കിയെല്ലാം വേറെ ആരോ പരിപാലിക്കുന്നതാണ്, അല്ലെ സാത്താൻ പരിപാലിക്കുന്നതാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അങ്ങനെയല്ല, ദൈവം സർവപരിപാലകനാണ് എന്ന ആശയത്തെ ഹനിക്കാതെ തന്നെ ഈ ഒരു സത്യത്തെ വിശദീകരിക്കാൻ പഠിക്കണം എന്നതാണ് ഗ്രന്ഥകാരൻ നൽകുന്ന സന്ദേശം. ഇതിന് ഈ ഒരു അർത്ഥതലത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോബ് തുടർന്നുള്ള അധ്യായങ്ങളിൽ മറുപടി നൽകുക. അവയെക്കുറിച്ച് നമ്മൾ വരും ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കുന്നതാണ്. ദൈവം ഈ സഹനമെന്ന സമസ്യയുടെ അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ സുഗമമായി നയിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.